പ്രദർശനത്തിന്റെ വേളയിൽ തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഇന്ത്യ 119 ഇന്ത്യയുടെ റാങ്കിംഗ്. ആയുർദൈർഘ്യം, സാക്ഷരത, വിദ്യാലയ പ്രവേശനം, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സൂചികകളുടെ അടിസ്ഥാനത്തിൽ ആണ് ജീവിത ഗുണമേന്മയെ നിശ്ചയിക്കുന്നത്. ആ ജീവിത ഗുണമേന്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ് നടത്തുന്നത്. ഓരോ രാജ്യത്തിന്റെയും ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഈ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിത നിലവാരത്തെ നിശ്ചയിക്കുന്നത്. ലോകത്ത് രണ്ടാമത്തെ വലിയ ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുള്ള ഇന്ത്യ ഹ്യൂമൻ ഡെവലപ്മെന്റ് റാങ്കിങ്ങിൽ 119 സ്ഥാനത്താണ് ഈ വർഷം. കഴിഞ്ഞ വർഷം 128ആയിരുന്നു. 128, 127, 124 ഇതായിരുന്നു ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇപ്പൊ 119. അപ്പൊ വളർച്ചാ നിരക്കിൽ നമ്മൾ തൊട്ട് മുമ്പിലെത്തി. ചൈനയുടെ തൊട്ട് പിന്നിൽ, ലോകത്ത് 2ാം സ്ഥാനത്ത്. പക്ഷേ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ എത്രയോ താഴെയാണ്. പിന്നെ ഒരു പക്ഷേ ഇതിനേക്കാൾ മോശമായിട്ടുള്ള റാങ്കിങ് ഇന്ത്യക്ക് ഫുട്ബോളിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് 142. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എന്തുകൊണ്ടാ ഈ വളർച്ച ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ കൂടുതൽ പാപ്പരാക്കിക്കൊണ്ടാണ് ഈ വളർച്ച ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കാണണം. ലോകത്തെ ഏറ്റവും കോടീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ പോരാ, ഇതുവരെ പുറകിലേക്ക് കേട്ടിരുന്നില്ലേ? ശതകോടീശ്വരന്മാർ, ബില്യനേഴ്സ് എന്നാണ് പറയുന്നത്. ഫോബ്സ് മാസിക എല്ലാ കൊല്ലവും ലോകത്തെ ഏറ്റവും പ്രമുഖരായ 500 ശതകോടീശ്വരന്മാരുടെ പട്ടിക പുറത്തിറക്കും. ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ ഇന്ത്യ 4ാം സ്ഥാനം കൈവരിച്ചു. ഇന്ത്യ വളരുന്നു എന്നും ഇന്ത്യ തിളങ്ങുന്നു എന്നതിന്റെ ഉദാഹരണമായിട്ട് ചില ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. 4ാം സ്ഥാനം കൈവരിച്ചു. അമേരിക്ക, ജർമ്മനി, റഷ്യ, 4ാമത് ഇന്ത്യ. നേരത്തെ ജപ്പാനായിരുന്നു, ജപ്പാനെ മറികടന്നു. ഇന്ത്യയുടെ വളർച്ചയല്ലേ, അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് എന്നാ ചോദിക്കുന്നത്. ലക്ഷ്മി മിത്തലിനെ പോലെ, മുകേഷ് അംബാനിയെ പോലെ ഒക്കെയുള്ള ധാരാളം ധനികർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ധനികരുണ്ടാകുന്നു. അത് ശരിയാണ്. ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ നേരിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടാണ് ഇത്തരത്തിലുള്ള ബില്യനേഴ്സ് വളർന്നു വന്നിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയിൽ 77% ആളുകൾ, അർജുൻ സെൻ ഗുപ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. അർജുൻ സെൻ ഗുപ്ത കമ്മിറ്റിയെ നിയോഗിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്, വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അർജുൻ സെൻ ഗുപ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്, ഇന്ത്യയിലെ ജനസംഖ്യയിൽ 77% ആളുകൾ പ്രതിദിനം 20 രൂപയിൽ താഴെ വരുമാനം കൊണ്ട് ജീവിക്കുന്നു എന്നാണ്. ജനസംഖ്യ 115 കോടിയാണ്. അതിൽ 77% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 92 കോടി ആളുകൾ വരും. അപ്പൊ ബഹുഭൂരിപക്ഷവും ജീവിക്കുന്നത് പ്രതിദിനം 20 രൂപയിൽ താഴെ വരുമാനം കൊണ്ടാണ്. അവരെ പാവപ്പെട്ടവർ, ദരിദ്രർ എന്ന കാറ്റഗറിയിലല്ല ഗവൺമെന്റ് ഉൾപ്പെടുത്തുന്നത്, സെൻഗുപ്ത കമ്മിറ്റി ഉൾപ്പെടുത്തുന്നത്. സെൻഗുപ്ത കമ്മിറ്റി പറയുന്ന എക്സ്ട്രീംലി പുവർ എന്ന് പറയുന്ന കാറ്റഗറി, അത് 21 കോടിയാണ്. അവരുടെ പ്രതിദിന വരുമാനം, ശരാശരി വരുമാനം 9 രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കുപ്പി വെള്ളം വാങ്ങാൻ തികയില്ല 9 രൂപ എന്ന് പറഞ്ഞാൽ. 92 കോടി ആളുകളുടെ പ്രതിദിന വരുമാനം വെറും 20 രൂപയാണ്. അതിനർത്ഥം രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ മുമ്പൊരിക്കൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഇന്ന് വേറൊരു വിഭജനം നിലവിൽ വന്നിരിക്കുന്നു. രാജ്യത്തിനകത്തൊരു വേറൊരു രാജ്യം വന്നിരിക്കുന്നു. പ്രൊഫസർ ഉത്സാ പട്നായിക്, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞ, അവർ ചൂണ്ടിക്കാണിച്ചു, ബംഗാൾ ക്ഷാമകാലത്ത് ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഫുഡ് ഗ്രെയിൻ അവൈലബിലിറ്റി എന്തായിരുന്നു. എക്കണോമിക്സുകാരാകുമ്പോൾ അത് ആ പ്രയോഗം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പെർ ക്യാപിറ്റ ഫുഡ് ഗ്രെയിൻ അവൈലബിലിറ്റി എന്തായിരുന്നു, അതിന് സമാനമാണ് ഇന്ന് ഇന്ത്യയിലേത് എന്ന് പ്രൊഫസർ ഉത്സാ പട്നായിക് നിരീക്ഷിക്കുന്നുണ്ട്. അതായത് 1900-ൽ ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഫുഡ് ഗ്രെയിൻ അവൈലബിലിറ്റി 150 കിലോഗ്രാം ആയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഏതാണ്ട് അതേ സ്ഥിതി തുടരുകയാണ്. എന്നാൽ 80കളായപ്പോഴേക്കും, ഹരിത വിപ്ലവത്തിന്റെ ഒക്കെ ഫലമായിട്ട് 80കളായപ്പോഴേക്കും പെർ ക്യാപിറ്റ ഫുഡ് ഗ്രെയിൻ അവൈലബിലിറ്റി 180 കിലോഗ്രാം ആയിട്ട് കൂടി. ഉദാരവൽക്കരണ സാമ്പത്തിക നയം നടപ്പാക്കിയ കഴിഞ്ഞ 2 ദശകം ഉണ്ടായിട്ടുള്ള അനുഭവം വീണ്ടും 180 കിലോഗ്രാമിൽ താഴെയിലേക്ക് കുറഞ്ഞു എന്നാണ്. 1943 ബംഗാൾ ക്ഷാമകാലത്ത് 43 ലക്ഷം ആളുകളാണ് മരിച്ചത്. അമർത്യ സെന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ വെൽഫെയർ എക്കണോമിക്സിലേക്ക് തിരിച്ചുവിടാൻ, പ്രത്യേകിച്ച് ക്ഷാമത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കാരണമായി തീർന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ബംഗാൾ ക്ഷാമമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബംഗാൾ ക്ഷാമകാലത്ത് 43 ലക്ഷം ആളുകൾ മരിച്ചപ്പോൾ എന്തായിരുന്നു പ്രതിശീർഷ ഭക്ഷ്യധാന്യ ലഭ്യത? അതാണ് ഇന്ന് ഇന്ത്യയിലെ പ്രതിശീർഷ ഭക്ഷ്യധാന്യ ലഭ്യത എന്നത് നടുക്കുന്ന ഒരു വാർത്തയാണ്. ലോകത്തെ 2ാമത്തെ വലിയ സാമ്പത്തിക വളർച്ച ഇന്ത്യ കൈവരിക്കുമ്പോൾ, ലോകത്ത് കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 4ാം സ്ഥാനം കൈവരിച്ചപ്പോഴും, ഇന്ത്യ എമർജ് ചെയ്ത് കഴിഞ്ഞൊരു സാമ്പത്തിക ശക്തിയാണെന്ന സാക്ഷ്യപത്രം നമുക്ക് ലഭിക്കുമ്പോഴും ഇതാണ് അവസ്ഥ.
അപ്പോൾ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമായിട്ട് നമ്മൾ മാറുന്നു. ഒരു ഭാഗത്ത് ഈ വിലോഭനീയമായിട്ടുള്ള സമ്പന്നത, മറുഭാഗത്ത് കൊടിയ ദാരിദ്ര്യം. അപ്പം എന്നെപ്പോലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ ഈ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങളെ കാണുന്നത്, സാമ്പത്തിക നയത്തെ വിലയിരുത്തുന്നത്. എങ്ങനെ ഇത് ബഹുഭൂരിപക്ഷത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്, ആർക്കിത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഗുണഭോക്താക്കൾ ഒരു ന്യൂനപക്ഷമാണ്. വിരലിലെണ്ണാവുന്ന ശതകോടീശ്വരന്മാരും ഒപ്പം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഇതിന്റെ ഗുണഭോക്താക്കളായി വളർന്നു വന്നിട്ടുള്ളത് ഇവരാണ്. ബഹുഭൂരിപക്ഷത്തിന്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാർഷിക ആത്മഹത്യയുടെ കണക്ക് നാഷണൽ സമയത്തിന്റെ പ്രശ്നമുണ്ടോ? നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് അതിനൊക്കെ വലിയ പ്രശ്നമുണ്ട്, ഞാൻ കുട്ടികളായോണ്ടാണ്. അവസാനിപ്പിക്കാം. ഇതിന്റെ ഒരു ചിത്രം കൂടി പറയാനാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് വന്നു. ശരാശരി ഒരു ദിവസം 47 കൃഷിക്കാർ എന്ന നിലയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. അഗ്രേറിയൻ ക്രൈസിസ്. സമയമില്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ദിവസം 47 എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ ഏതാണ്ട് 47 കൃഷിക്കാർ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിൽ ഒരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ജീവിത തകർച്ചയുടെ, ഈ പ്രതിസന്ധിയുടെ കാരണം തെറ്റായിട്ടുള്ള സാമ്പത്തിക നയമാണ്. അപ്പോൾ ആ സാമ്പത്തിക നയത്തെ ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ സാമ്പത്തിക ശാസ്ത്രം അത് മനസ്സിലാക്കാൻ ഉതകുന്നതാവണം. സാമ്പത്തിക ശാസ്ത്ര വിജ്ഞാനം എങ്ങനെ ഇത് ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബാധിക്കുന്നു, അവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളത്. ആ നിലയിലാണ് ഞാൻ ഈ പ്രശ്നത്തെ കാണുന്നത്. തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഈ കൂട്ടായ്മയോടെ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. बिस्मिल्लाहिर्रहमानिर्रहीम रब्बि इश्रह ली सदरी वयस्सिर ली अमरी वहलुल उक़दम मिन लिसानी यफ़क़हू क़ौली रब्बि ज़िदनी इल्मा। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला रसूलिहिल करीम व अला आलिहि व अस्हाबिहि अजमईन, अम्मा बाद। Honorable guest on the dais, teachers, distinguished speakers, member of parliament, my dear students, Assalamu alaikum wa rahmatullah. The topic which is given to me for today's lecture is Islamic banking development, perspective and evolution. As we all know, that today Islamic banking is one of the fastest growing segment of international finance. It has spread to more than 75 countries of the world, including all those communist countries, socialist countries, capitalist countries, and other secular, democratic, and Muslim countries. Today, if you look at various reports from World Bank, IMF, or any other international publication, you will find a lot of people spending their energies in understanding what is Islamic finance, why it is growing so fast. There are theoretical reasons for it, there are economic reasons for it, and also there are political reasons for it. During my talk, inshallah, I'll try to cover all those aspects from a student's perspective. As majority of you are student, inshallah, within years, you all are going to come in the real life, and then it will become very important for you all to look for your career opportunities,
which is not only good for this world, but also very important and very critical for the success hereafter. If you look at the creation of human being, I'll take you a little backward. Allah Ta'ala says in Quran, وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ. The purpose of creation of human being is nothing but worship. If you reflect how much time in 24 hours that we have every day, we spend in ibadat. 5 times prayers, once in a year, 1 month fasting, and once in lifetime, Hajj. Is that all for which Allah Ta'ala has created us on this earth? If you reflect, you'll see or you'll realize that out of the 2 portions of the human life, one is his relationship with his creator, and another is his relation with the environment, his relation with the society, his relation with the human beings. There are 2 aspects. From Islamic law point of view, these 2 are taken differently. If you follow the human relations, if you follow the muamalat, that is worldly affair, in the manner which is described in Sharia, then it is also considered as ibadat. Every hour, every day, at least 8 hours, we all spend times after our maturity and after our completion of our education in pursuit of our economic means. If our rozi is halal, then it is ibadat. And the importance of this can be gauged from the fact that on the day of judgment, a person will not be able to move his feet from the place where he is standing unless he has given answers to few questions. Out of those 5 questions, one very important is, how did you earn your money and where did you spend? So economic life is so important for us that we will not be able to move our feet on the day of judgment until we have given account of how we earned money in this world. Earning money and spending money on items is very important. The same can be understood from another hadith in which it is reported that a body which is nourished from haram sources is not good for anything but hellfire. A third perspective is that a person whose earnings are not halal will not be, his ibadat will never be accepted. So if our earnings, if our income is not correct, our ibadat are not accepted, and if our ibadat are not accepted, we are not successful in the life hereafter. So the importance of halal income, importance of right income, importance of correct income is paramount for a successful life, at least in the hereafter. In this world, people may earn through haram means, people may earn through wrong means, people may earn through all kinds of trickeries. They might be successful in this world, but they may take notice that they are not going to be successful in the hereafter. So you being students, it is very important that despite all the difficulties that we may face in this world, in pursuit of halal income, in pursuit of right income, in pursuit of respectable income, it is always better to live with, to earn less, but at least to earn correct, so that at least our hereafter is good. With this brief background of the importance of halal income or right income in Islamic perspective, I'll come to the financial system. Why do we need a financial system? What is a financial system? And how it works?
being a student of economics and finance, it should be very clear to us that why do we need a financial system? What is its importance? What is its role? And how it is going to help us in pursuit of our ultimate goal. The reason we need financial system is we have thousands and lakhs of people who have small savings in out of their incomes. Lakhs of people having some savings which they have saved out of their income. On the other hand, we have hundreds of thousands of people who need money for business purposes. They need financing. They have ideas. They have business proposals, but they are short of money. If the money which is idle in the hands of people who have saved is not channelized and not forwarded to the people who need it, then the economy cannot grow. Then the employment cannot grow. Then the welfare cannot be achieved. And all this function is performed by a financial system which ensures that all the saving which is mobilized from large number of people is given to the people who are in better position to make use of it, to create employment, to increase welfare, and to produce goods and services. From Sharia point of view, if you look, this is very, very important function, which is nothing but for the kifaya. We need a system through which we can channelize the idle savings and we can make it to the best productive use of for the society. If you look at the banking system, what it does, banks, they accept money from public, large number of public, on the basis of interest that they offer, which is a lower rate, and they extend the same to other number of people at higher rate. They charge higher interest from the people who borrow, and they pay less to the people from whom they have collected the savings. And this way, the profit that is known as a spread, which is earned by the bank, goes to the people who have promoted the bank or who are shareholders of the bank. But you have to look at this whole mechanism to see if this is the most judicious way of doing business, or is it leading to some kind of exploitation of the people who have contributed large number of resources, large amount of resources to the banks. When bank is loaning, what it is looking at? It is not looking at your ideas. It is not looking at the proposals, business propositions. It is not looking at the quality of the business. It is looking at your capability, whether you can repay back or not. So if you are rich, you will get financing. If you are poor, you will not get financing, whatever ideas you may have. And this way, the whole money which is contributed by the whole society is circulating among the rich class of the people. This is the current banking system. Collecting money from everyone, giving financing to those who are rich. Rich are getting richer, poor are getting poorer. Whether it is this system, whether it is right or left, both are having the same. You have research reports from IMF, from World Bank, and their reports you can find that the system of banking which is proposed by Islam is more judicious, more economic growth oriented, and more justified than other systems. The reason is, the loan which is given to people, the funding which is given to people, if it is utilized in a good project, it may give you more than what the entrepreneur is paying to bank. It may earn, say, 20%, 25%, still paying 12% to bank. He is getting benefit. On the other hand, large number of poor farmers who have been financed on interest base, if their crop failures, they have got no recourse but to commit suicide because of their inability to pay interest. It is none of their fault. If rain didn't come, it was not their fault.
If the produce was not that much, it is none of their fault. Despite putting best of the efforts, a farmer could not produce what he had expected. A farmer could not produce to pay to the bank, and therefore he is left with no option but to end his life, to make his life survive, make his family survive. If there is Islamic system, if you earn better, you share good. If you earn less, we are there to share with you. It is the risk sharing system. If you are having good time, we all will enjoy. If the society is passing through bad time, we all will share the risk. This is the judicious system. You earn more, you share more. You earn less, you share less. This is the crux of Islamic banking system. So with this brief background of the system, of the philosophy, we need to connect why it is very important for us as a believer to care for our halal sources of income, why it is very important for us to know the system of the finance which is prevalent in the world, why it is very important for us to know that this system is bound to fail because there is a limit to get rich, there is a limit to exploit the poor. Allah Ta'ala says in Quran, Yamhaqullahu riba. Allah Ta'ala will strangulate riba. Whatever increase you may see there, actually it is not going to increase in the eyes of Allah. It is going to strangulate the society, and that is what we are seeing in the form of crisis throughout the world. Nobody is immune from the society, from the crisis that has captured the whole world, because of its involvement in riba. When the money gets circulated among the rich, poorer sections are outside, kept outside, and they are not able to benefit from the virtues of the employment and virtues of the growth of the economy. Coming back to historical perspective of Islamic banking, the seeds of Islamic banking or Islamic economics, economic historians agree that it lies in India's struggle against colonial forces. During the early 20th century, the whole world was divided into two camps. You all know that. One side capitalist forces, another side socialist forces. And that was the time when people in different countries were struggling against the colonial forces. In India, the struggle was also there. And during that period, our intellectuals, our